പ്രിയമുള്ളവരെ, പരിഹാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും കളിയാക്കലുകൾക്കുമൊക്കെ വക കൊടുക്കാതെ ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾ ഇന്ന് മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നെത്തുന്ന ഒരുപാട് പ്രശ്നബാധിത വിഷമമുള്ള ആളുകളുണ്ട്, സാധാരണക്കാരുണ്ട്, സമ്പന്നരുണ്ട്, ആണും പെണ്ണും പ്രായമുള്ളവരും കുട്ടികളും അനേകായിരം പേര്. ഈ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗർ ഒരു ചോദ്യം ചോദിച്ചു, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ, നിങ്ങൾക്ക് ആളുകൾ ഇങ്ങനെ പരിഹാസങ്ങൾ ഇങ്ങനെ കൊണ്ട് മൂടുമ്പോഴും നിങ്ങളെ വ്യൂവേഴ്സും നിങ്ങളെ സബ്സ്ക്രൈബും കൂടിക്കൂടി വരികയാണല്ലോ എന്ന്. എന്താണ് ചോദിച്ചപ്പം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, അള്ളാണ്ട് മുകളിൽ. സത്യമാണ്. എന്ത് പറയുകയാണെങ്കിലും ഖുർആൻ ഓതാൻ അറിയില്ല, തങ്ങൾക്ക് ഇരട്ടയും 4ഉം 5ഉം 6ഉം പേരിട്ടുകൊണ്ട് തങ്ങളെ പരിഹസിച്ചവരെ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ട് താടിയും തലപ്പാവുമുള്ള പള്ളിയിലിരുന്ന് ദർശനം നടത്തേണ്ട ഒരു പ്രിയപ്പെട്ട ഉസ്താദ്. എല്ലാവർക്കും എനിക്ക് ഉസ്താദിന് ഇഷ്ടമായിരുന്നു. പക്ഷേ അതിനു മുമ്പേയും പാണക്കാട് തങ്ങളെക്കുറിച്ച് പോലും ആ ഒരു മൊയ്ലിയാര് എന്ന് പറയുക, ആ ഒരു മൊയ്ലിയാര് ആക്ഷേപിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും, തങ്ങൾ ഖാലിസ്ഥാൻ, പാണക്കാട് തങ്ങളൊന്നും ഖാലിസ്ഥാനത്ത് നിൽക്കാൻ അർഹതല്ലാന്ന്. അപ്പോൾ അവരൊന്നും ഈ ആറ്റക്കോയ തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിൽ ഒരു വലുതുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് ആ വീഡിയോ എനിക്ക് തന്നെ എൻ്റെ കുടുംബത്തിലുള്ള ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഇട്ട് തരുന്നത്. സുഹരിസ്താദ് പറഞ്ഞത് കേട്ടോ, ഫസ്റ്റ് പറഞ്ഞത് കേട്ടോ, ആരാ ഇയാളെ? ഇവരൊക്കെ ആ പാർട്ടിൻ്റെ ആൾക്കാർ, ആ പാർട്ടിപ്പെട്ട പാണക്കാട് തങ്ങളെ കുറ്റം പറഞ്ഞ ഒരു ഉസ്താദ്, അത് മട്ടസിക്കായിരുന്നു സ്റ്റേജിൻ്റെ മുകളിൽ. വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്തിട്ട് ഇട്ട് തരാം, വീഡിയോ ഉണ്ട്. പാണക്കാട് തങ്ങളെ കാലിയാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ഉസ്താദാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ആറ്റക്കോയ. അയാളും അവസാനമായിട്ട് ഇനി ഞാൻ ആറ്റക്കോയ തങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണെന്ന് കരയ്യ. പണ്ടേ ആരോന്ന് പറയാം, ആറ്റക്കോയ തങ്ങൾ ഉസ്താദ് കരയുന്നത് എന്തോ കണ്ണിൽ വിക്സൊക്കെ തേച്ചിട്ടാണെന്ന്. ഇയാൾക്കതൊന്നും വേണ്ട, ഇയാൾ ഓട്ടോമാറ്റിക്കായിട്ട് പാവപ്പെട്ട ജനങ്ങളെ മുമ്പിലായിട്ട് കരഞ്ഞൂടാ. അതെങ്ങനെ കരച്ചില്ല എന്നുള്ളതും മറ്റൊരൊന്നും പറഞ്ഞു തരണം. പക്ഷേ ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങൾ ഉസ്താദ് കഴിഞ്ഞ ദിവസം ഒരു മജ്ലിസിൽ പൊട്ടിക്കരഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. ഞാനൊരു അനാഥനായിരുന്നു, പുറകിലിരിക്കുന്നത് തൻ്റെ അനുജന്മാർ, ഞങ്ങളൊക്കെ വളർന്ന് വലുതായത് ഒരു യത്തീമായിട്ടാണ്. റമദാൻ മാസത്തിൽ പോലും എല്ലാ മക്കളെയും കൂട്ടി അവരും ഉമ്മാരും കുടുംബക്കാരും പോകുന്ന സമയത്ത് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരാളും ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കേൾക്കുമ്പം ഏതൊരു ഈമാനുള്ള വ്യക്തിക്കും അദ്ദേഹത്തിനോട് അനുകമ്പ തോന്നാതിരിക്കില്ല. കാരണം നമ്മളൊന്നും യത്തീം കുട്ടിയൊക്കെ, നമ്മളൊക്കെ യത്തീംഖാനയിലേക്ക് എന്തെങ്കിലും പൈസ ഇടുന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മൾ കൊടുക്കുന്നതിൻ്റെ വലുപ്പം നമ്മൾ അറിയുന്നത്. അവിടെ കിടക്കുന്ന യത്തീമക്കളെ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഓളെ ആങ്ങള ഒരു യത്തീം കുട്ടീനെ കല്യാണം കഴിച്ചിരുന്നു. ഞാനൊരു ദിവസം ഇവരോട് ചോദിച്ചു, എൻ്റെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു, യത്തീംഖാനയിൽ എങ്ങനെയായിരുന്നു ജീവിതമെന്ന്. കണ്ണുനീർ പൊയ്ക്കാതെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവൾ സമ്പന്നയാണ്, നല്ലൊരു ഭർത്താവും മക്കളും കുടുംബവും ഒക്കെയായി ജീവിക്കുകയാണ്. പക്ഷെ ആ ഒരു കുട്ടി മനസ്സുണ്ടല്ലോ, ആ ഒരു ചെറിയ മനസ്സ്, ആ ഒരു മനസ്സുള്ള നമ്മളൊക്കെ വാപ്പയും ഉമ്മ എന്നൊക്കെ വിളിച്ച് വാപ്പാൻ്റെ കയ്യും പിടിച്ചൊക്കെ നടക്കുന്ന സമയത്ത് ഈ മക്കളെ യത്തീംഖാനെ കൈവൻ നമ്മൾ ആരെങ്കിലും പോയി അന്വേഷിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളത്. അതാണ് തങ്ങൾ പറഞ്ഞ് തങ്ങളെ ഹൃദയം പൊട്ടിപ്പോയത്. ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാനൊന്ന് വിട്ടുതരാം. ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ പ്രസംഗം തുടങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞു, 10 യത്തീം കുടുംബത്തെ ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. ഉമ്മമാരെ കേൾക്കണേ, വാപ്പമാരെ കേൾക്കണം, വാപ്പമാരെ കേൾക്കണം. സുബ്ഹാനല്ലാഹ്. ആ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ അതിന്റെ മേലത്തെ വെള്ളിയാഴ്ച മേലെ കൊടുക്കാനിന്റെ മുറ്റത്തേക്ക് 500-ൽ പരം ആളുകളെ കടന്നു വന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ പ്രസംഗം തുടങ്ങി. ഇവിടെ നമ്മൾ മനസ്സിലാക്കണ്ടോ, വിശക്കുന്നവനെ വിശപ്പിൻ്റെ കാഠിന്യം മനസ്സിലാവും, വിശപ്പ് മനസ്സിലാവും. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ആർക്കും വിശപ്പിൻ്റെ കാഠിന്യമോ വിലയോ ഒന്നും മനസ്സിലാവില്ല.
ഒരു യത്തീമായ ആളിനെ ആ യത്തീമിൻ്റെ വില അറിയും. അവിടെ വന്നുകൊണ്ട് ഈ 6-7 മാസം പ്രായമുള്ള ഒരു കുട്ടി 10-22 വയസ്സുള്ള ഒരു കുട്ടി എന്നെ എൻ്റെ ചെറിയനെ ഏറ്റെടുക്കണമെന്നാണ് തങ്ങളോട് പറഞ്ഞത്. ചോദിച്ച സമയത്ത് കുട്ടികളോട് പാപ്പ ഞാൻ മുട്ടായിയൊക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞ് പോയതാണ്. പാപ്പ ആക്സിഡൻ്റ് ആയിട്ട് മരണപ്പെട്ടു. രണ്ടാമതൊന്ന് വാർപ്പിൻ്റെ മുകളിൽ നിന്ന് വീണ് മരണപ്പെട്ടു. ഇങ്ങനെ എത്ര മരണങ്ങൾ. ഇതൊക്കെ അദ്ദേഹം ചോദിച്ചറിയാണ്. അത് മാത്രമല്ല, അദ്ദേഹം പൊട്ടിക്കരഞ്ഞ ഒരു കഥ ഉണ്ടായിരുന്നു. കുട്ടിയുടെ അവസ്ഥ മിനിഞ്ഞാന്ന് ദിവസം 2 വെള്ളിയാഴ്ച ഞാനൊരു എത്തിയുമായി വളർന്നവനാ. ഈ പിഞ്ചു മക്കളുണ്ടല്ലോ, എൻ്റെ അനുജന്മാര്, ഓരെത്തിങ്ങാനെ പഠിക്കുമ്പോഴേ എല്ലാ മക്കളെ കാണാൻ ഒരു ഉമ്മമാര് വരും. എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ച എന്തുണ്ടാവും, ബിസ്ക്കറ്റ് കൊടുക്കും. ഞങ്ങൾക്ക് വരാനും ആരുമില്ല നോക്കാൻ അല്ലേ. എന്നിട്ട് ഞാൻ കലണ്ടർ വെക്കാൻ പോകും. കലണ്ടർ വെക്കാൻ, അങ്ങനെ കലണ്ടർ വെച്ചിട്ട് കിട്ടുന്ന പൈസകളാണ് എൻ്റെ കുട്ടികൾക്ക് ഞാൻ ചെയ്യുന്നത്. അന്ന് ഞാൻ ജീവിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ ഇങ്ങനെ പട്ടിണി കിടന്ന് ബാപ്പല്ലാതെ സ്വന്തം അനിയന്മാർക്കൊരു മുട്ടായി വാങ്ങിക്കൊടുക്കാൻ കയ്യിലൊരു പൈസ ഉണ്ടാണെങ്കിൽ റമദാൻ മാസത്തിൽ കലണ്ടർ വെക്കാൻ പോയിട്ട് നമുക്ക് ഓർത്തു നോക്കാൻ കഴിയുമോ? ഇങ്ങനെ എത്ര ആളുകളുണ്ട്. ഇങ്ങനെ ജീവിക്കുന്നവരെ കുറിച്ച് നമ്മൾ ഒന്ന് ഓർത്തു നോക്കണം. എന്നിട്ട് വേണം അവരെക്കുറിച്ച് തങ്ങളല്ലാന്നും ഖുർആൻ ഓതാൻ അറിയില്ല എന്നും ഇതിൻ്റെയൊക്കെ പുറകിൽ എത്തിരി ജനങ്ങളുണ്ടെന്ന് വിചാരിച്ചു. 1-2 ആളുകളല്ല കളിയാക്കുന്നവരോടാണ് പറയുന്നത്. ഒരുപാട് ആളുകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒന്നുകൂടി കേക്ക് എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്ത് ചിപ്സാണ്, ശർക്കര ഞാൻ വന്നിട്ടില്ല. ആരും ഉണ്ടായിട്ടില്ല. ഓലൊക്കെ സന്തോഷം കൊടുക്കുന്നുണ്ട്. എന്റെ അനിയന്മാരൊക്കെ ഒരുപാട് എല്ലാ മാസം റമദാനിന് അവിടെ ഇരിക്കുന്നുണ്ട്. അനിയന്മാരാ പുറകിരിക്കുന്ന അനിയന്മാര് കേക്കാ പറയുന്നത്. കൂട്ടും ഒരു മാസം എല്ലാവർക്കും പോകാം. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു മുട്ടായി മറ്റുള്ള ഉമ്മമാർ കൊടുത്തിട്ട് ഓരോ മക്കൾ കൊടുക്കുമ്പോ ഞങ്ങൾ കരഞ്ഞിട്ട് കോഴിക്കാരിയില്ല. ദാരിദ്ര്യം കൊണ്ട് ഉമ്മാനെ വേറെ കെട്ടിച്ചു, പാപ്പ മരിച്ചു, ആരും നോക്കണ്ടായിട്ടില്ല, ആരും ഉണ്ടായിട്ടില്ല. അങ്ങനൊക്കെ കഷ്ടപ്പെട്ടു വന്നതാ. ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട്ടില് ഞാനിങ്ങനെ പോവുക ചെറുപ്പത്തിൽ കുട്ടി, അങ്ങനെ ഒരു വാർപ്പിട്ട വീട്ടിൽ മക്കൾ കളിക്കുന്നുണ്ട്. കുറെ കുട്ടികൾ നല്ല മിഠായിന്നുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിച്ചു കുറച്ചുകൂടെ കുട്ടികൾ നിലത്തിട്ടുണ്ടെങ്കിൽ അത് പെറുക്കി തിന്നായിരുന്നു. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്നതാണ്. ഇത്തരം അനുജന്മാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. തങ്ങളും പുസ്തകങ്ങളും സായുധങ്ങളും ഒക്കെ കേൾക്കണം. ദാരിദ്ര്യം കൊണ്ട് തങ്ങളെ ഉമ്മാനെ വേറെ കെട്ടിപ്പിച്ച്, ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കിടന്നിട്ട് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് ആ ഉമ്മയൊക്കെ വേറൊരു പിയാപ്പിളിൻ്റെ കൂടെ പോയ ആ ഒരു രംഗം അത് മാത്രം ഓർത്താൽ പോരെ. തങ്ങളെ ഉമ്മാനൊക്കെ അറിയണമെങ്കിൽ നമ്മൾ കളിയാക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഈ മനുഷ്യൻ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം എത്ര യത്തീംകുട്ടികളെ ഏറ്റെടുത്ത് എത്ര പേർക്ക് കിണർ കുഴിച്ചു കൊടുത്തു. അദ്ദേഹം അല്ല കൊടുക്കുന്നത്. നിങ്ങൾ പറയുന്ന കമൻറ്റുകൾ വന്നിട്ട് നിങ്ങൾ കോടികൾ ഉണ്ടാക്കി ലക്ഷത്തിൻ്റെ കിണർ കൊടുക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്ന 1 ലക്ഷം ഉറുപ്പ്യ ആരോ കിണർ കുഴിക്കാൻ വേണ്ടി ഒരു പെണ്ണുങ്ങൾ കൊടുത്ത് ആ 1 ലക്ഷം കൊണ്ട് വേറെ ഇദ്ദേഹം മുഖേനല്ല ഇതൊക്കെ കിട്ടുന്നത്. ഈ പറയുന്ന നമ്മൾ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു 5 കിലോ അരി വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഉസ്താദന്മാരെ കളിയാക്കുന്ന രംഗന്മാരെ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ മെനിഞ്ഞാന്ന് എൻ്റെ ഒരു ജ്യേഷ്ഠന് മനാഫ് പുൽപ്പള്ളിക്കാരനാണ്, എൻ്റെ അമ്മായിൻ്റെ മോനാ. ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ എന്നോട് ചോദിച്ച് വലിയ യൂട്യൂബറാണല്ലേ, സയ്യിദിൻ്റെ കൂടെയാണല്ലേ എന്ന്. ഒരു സയ്യിദോ ഒരു മുലിയന്മാരോ ഒന്നും അറിയാത്തവരാണ് പുൽപ്പള്ളി. എല്ലാവരും ഞാൻ പറയുന്നില്ല, ശരിക്കും അങ്ങനെ വലിയന്മാരും മോലൂതും ഒന്നും ഇല്ലാത്ത ആളുകളാണ്. പക്ഷെ എൻ്റെ വീഡിയോ കണ്ട് മെനിഞ്ഞാന്ന് അവൻ്റെ ഭാര്യ ഇരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ച ചോദ്യമാണ്, എന്നെയും കൂടി നിങ്ങളെ ഒരു മജ്‌ലിസ് കൂട്ടാൻ സയ്യിദിനോടൊന്ന് പറയുമോ, ശുപാർശ ചെയ്യുമോന്ന്. ഞങ്ങളെ പുൽപ്പള്ളിയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളേരി ഞങ്ങൾ വരാമെന്ന്. അവിടെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവാൻ, തങ്ങളെ കൂടാൻ ഓരോ ഭാഗത്തു നിന്നും ബഹ്റൈനിൽ നിന്ന് ഇവിടുന്ന് പോലും എന്നോട് നമ്മൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുക, തങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് ഒരുമിച്ച് കൂടുക എന്ന് പറയുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ? നിങ്ങൾ പറയും അവസാനം ദജ്ജാലിൻ്റെ കൂടെ 1000 ആളിനും 10000 ആൾ നന്നാവാൻ നിങ്ങൾ സമ്മതിക്കൂല. പക്ഷെ ഞങ്ങൾ നന്നാവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ദജ്ജാലുകളും ശൈത്താനികളും നമ്മളെങ്ങനെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി നോക്കും നന്നാകുന്ന സമയത്ത്. അത്
ഈമാനുള്ള വ്യക്തിക്ക് അറിയാം ആരാണ് എവിടെയാണെന്നുള്ളത്. ചെയ്യുന്നവർ നല്ലത് ചെയ്തോട്ടെ, അവരെ പുറകെ നമ്മൾ സൈക്കിൾ എടുത്ത് പോകണ്ട. ഈ തങ്ങളെ കളിയാക്കാൻ വന്ന എത്രയെത്ര ആളുകൾ ഇന്ന് ആ പെട്ടിയും പത്തിയൊക്കെ മടക്കി വെച്ചുകൊണ്ട് അവരവരെ വൈക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ 5 ലക്ഷം ഞങ്ങൾക്ക് തന്നു, 2 ലക്ഷം ഞങ്ങൾക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് പച്ച കളവ് പറഞ്ഞിട്ട് തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, തങ്ങൾക്ക് കിട്ടുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. കാരണം തങ്ങളെ കൂടെ തങ്ങൾ ഒരു വീട്ടിൽ അന്തി ഉറങ്ങി അവിടുത്തെ ഭക്ഷണം കഴിച്ച് ജീവിച്ച തങ്ങൾ ഇന്ന് ഒരുപാട്, തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കഴിഞ്ഞ് ഞാൻ അൽഹംദുലില്ലാ ഇന്ന് സന്തോഷത്തിലാണ്. ഇത് ചില ആളുകൾക്ക് സഹിക്കുന്നില്ല. അതാണ് അതിൻ്റെ യഥാർത്ഥ. അവരിങ്ങനെ മറ്റുള്ള ആളുകളെ എങ്ങനെ പറയിപ്പിച്ചിടുക. അതിൽ കുറേ യൂട്യൂബർമാർ എല്ലാവരെയും വിളിച്ചിട്ട് കുറേ ഇൻ്റർവ്യൂവും കാര്യങ്ങളും വെച്ചിട്ട് അവരിങ്ങനെ വിറപ്പുകൊണ്ട് ഇങ്ങനെ എത്രയോ ഒപ്പിയെടുക്കുന്ന അറിയോ. ഏതായി കഴിഞ്ഞാലും നമുക്കൊക്കെ നന്നാവണമെങ്കിൽ മറ്റേ എന്താ അസേരി ഉസ്താദോ സുവേരി ഉസ്താദിൻ്റെ പേരെന്താ ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊക്കെ പഠിച്ചവനെ പേടിയുള്ളവരാണ്, നിങ്ങളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. എൻ്റെ ഉസ്താദെ, അള്ളാഹുവിലും റസൂലിലും എല്ലാത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരെ ഞങ്ങളും തങ്ങളെ കൂടെയുള്ള തങ്ങളും ഒക്കെ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് ഒരാളെ കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് എത്ര കുറ്റങ്ങൾ കിട്ടും. ഈ തങ്ങൾ ചെയ്യുന്ന നന്മകളൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നന്മ ഉണ്ടാവുമായിരുന്നു. നിങ്ങൾക്ക് അനുകൂലിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. കാരണം മോശത്തിൻ്റെ കൂടെ നാശത്തിൻ്റെ കൂടെ ഒരുപാട് ലക്ഷക്കണക്കിന് നന്മൻ്റെ കൂടെ ആളുകൾ. എന്തിനാ ഇത് ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇതിന് കിട്ടുക? നിങ്ങൾ പറയുന്നത് ഞാൻ ആലിം അത് പറയേണ്ടത് പറയണം, പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഇതല്ല. ലോകത്ത് നടക്കുന്ന ലഹരിക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇറക്കിയോ? ലഹരിക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇറക്കി ഞാൻ കണ്ടോ? പക്ഷെ നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ പോയി നോക്കി. നിങ്ങൾ നമ്മളെ ആറ്റക്കോയ ഉസ്താദിനെ കുറിച്ച് തങ്ങളെക്കുറിച്ച് പറഞ്ഞ വീഡിയോ നല്ല ഹൈലൈറ്റാണ്, ഏറ്റവും കൂടുതൽ മുകളിൽ പോയി വ്യൂവേഴ്സ്. പക്ഷെ ബാക്കിയുള്ള വ്യൂവേഴ്സിനൊക്കെ താഴെയാണല്ലോ ഉസ്താദ്. ഇപ്പം നിങ്ങൾ കുറേ സബ്സ്ക്രൈബും കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നിർത്തി. ഇപ്പം നിങ്ങളെ കരച്ചിൽ ഭയങ്കര ഏതായാലും അസേരി ഉസ്താദിൻ്റെ കരച്ചിൽ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ഞാൻ ഇനിയും വരും തങ്ങളെക്കുറിച്ച് പറയാൻ, പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്രയോ വെല്ലുവിളികൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒക്കെ എനിക്കും തങ്ങൾ പറഞ്ഞ പോലെ തന്നെ മുകളിലൊരാളുണ്ട്, ഇല്ലേ? അസ്സലാമു അലൈക്കും.